വെൽക്കം ടു എജ്യൂപോർട്ട്. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ക്ലാസ് 6 ഒരു പ്രഡിക്ഷൻ വീഡിയോ ആയിട്ടാണ്. ഇപ്പൊ ക്ലാസ് 6 മക്കൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ബാദൽ ദാനി അതുപോലെ ബാരിഷ് കേസെ മിലി എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ കൂടുതൽ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗം ആയതുകൊണ്ട് തന്നെ ഈ 2 ചാപ്റ്ററിൽ നിന്നും നമുക്ക് ബാദൽ ദാനിയുടെ ഒരു 3-4 ലൈൻസ് ഒക്കെ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ബാദൽ ദാനി എന്ന് പറയുന്ന കവിതയുടെ ഒരു 4-5 ലൈൻസ് നമുക്ക് തരും. എന്നിട്ട് ആ ലൈൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് എന്ത് പറയും, കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കും. ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ, സൂചന ഖപ്പടെ ഓർ അനുബന്ധ പ്രശ്നോക്ക് ഉത്തർ ലിഖെ, അതായത് ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതായിട്ട് ചോദിക്കുന്നത് ഒരു ബാരിഷ് കേസെ മിലി എന്ന് പറയുന്ന പാഠഭാഗമാണ് അല്ലെ. അപ്പൊ ബാരിഷ് കേസെ മിലി എന്ന് പറയുന്ന പാഠഭാഗവുമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്, ബാരിഷ് കേസെ മിലി എന്ന് പറയുന്നത് ഒരു ചിത്രകഹാനിയാണ് അല്ലെ. അപ്പൊ ആ ചിത്രകഹാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ആ ചിത്രങ്ങൾ തന്നിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻസും താഴെ തന്നിട്ടുണ്ടാവും. ആ ഡിസ്ക്രിപ്ഷൻസ് വെച്ചുകൊണ്ട് നമ്മളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് വെള്ളവുമായി ഇമ്പോർട്ടൻസ് അല്ലെ, ജലത്തിന്റെ ഇമ്പോർട്ടൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റർ, അതുപോലെ ചിത്രകഹാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഭാരത് ദേശ് ഹമാര എന്ന് പറയുന്ന ഒരു ലേഖ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ജഗ്മഗ് താര എന്ന് പറയുന്ന ഒരു കവിതയും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഹേ മേരെ വതൻ കെ ലോഗോ എന്ന് പറയുന്ന സിനിമാ ഗാനം ഒരു ദേശഭക്തി ഗാനമാണ്. അത് നമുക്ക് ഒരു എക്സ്റ്റെൻഡഡ് റീഡിങ്ങിനാണ്. അതുകൊണ്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ചോദ്യങ്ങളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഭാരത് ദേശ് ഹമാര എന്ന് പറയുന്ന ചോദ്യം ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരത് ദേശ് ഹമാര എന്ന് പറയുന്ന ലേഖനത്തിന്റെ ഒരു ഭാഗം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഭാരതത്തിന്റെ ഖൂബിയ എന്തൊക്കെയാണ്, ഭാരതത്തിന്റെ വിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ജഗ്മഗ് താര എന്ന് പറയുന്ന നമ്മളെ പാഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജഗ്മഗ് താരയുടെ കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്പെഷ്യാലിറ്റികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഇൻസാനിയത് കി മിസാൽ എന്ന് പറയുന്ന ഒരു സമാചാർ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ കൂടെ തന്നെ ദോ ഭായി എന്ന് പറയുന്ന ഒരു കഹാനി നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ കൂടെ മുർജായ ഫൂൽ എന്ന് പറയുന്ന ഒരു കവിതയും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. നിങ്ങളുടെ ഇൻഡെക്സിൽ കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ മുർജായ ഫൂൽ എന്ന് പറയുന്ന ഒരു കവിതയും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇൻസാനിയത് കി മിസാൽ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് സമാചാർ അല്ലെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ, ഇതിൽ 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അല്ലെ, രാജീവ് ശർമ്മയും പാരീഖും. അപ്പൊ അവരുടെ ഡയറി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ദോ ഭായി എന്ന് പറയുന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും 2 സഹോദരങ്ങൾക്കിടയിലെ വാർത്താലാപ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സഹോദരങ്ങളിൽ ആരുടെങ്കിലും ഒരാളുടെ ഡയറി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി മുർജായ ഫൂൽ എന്ന് പറയുന്ന കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ആശയം ചോദിക്കാറുണ്ട്, അതിന്റെ ആസ്വാദന കുറിപ്പും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ 4ാമത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് നന്ന ഉല്ലു എന്ന് പറയുന്ന ഒരു കഹാനി നമുക്ക് പഠിക്കാനുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു കഹാനിയാണ്. അതുപോലെ ബബുവ ഓർ ബൂഡ എന്ന് പറയുന്ന ഒരു കവിതയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നന്ന ഉല്ലു എന്ന് പറയുന്ന കഹാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങള്, നന്ന ഉല്ലുവും കുഞ്ഞു മൂങ്ങയും അല്ലെ, അമ്മ മൂങ്ങയും കുഞ്ഞു മൂങ്ങയും തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ അമ്മ മൂങ്ങയുടെയോ അല്ലെങ്കിൽ കുഞ്ഞു മൂങ്ങയുടെയോ ഡയറി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ ബബുവ ഓർ ബൂഡ എന്ന് പറയുന്ന പാഠഭാഗവുമായിട്ട് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ നന്ന ഉല്ലു എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ജമീകോ ജാദു ആത്താ ഹെ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവിതയിലെ ലൈൻസ് തന്നിട്ട്
കവിതയിലെ ലൈൻസ് തന്നിട്ട് എന്താണ് ആശയം എഴുതാൻ ചോദിക്കാറുണ്ട്. അതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും, ഒരു 4-5 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന്റെ ആൻസേഴ്സ് എഴുതുന്ന രീതിയിലും ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇനി മാർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മക്കുറിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു പത്രം വരാറുണ്ട് അല്ലെ. ഇതിൽ നമ്മുടെ ലേഖകൻ എഴുതുന്ന ഒരു ലെറ്റർ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് ധൂപ് കി സന്ദൂഖ് എന്ന് പറയുന്ന കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്താണ് ആശയം ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ വർഷവും ചോദിച്ചു വരുന്ന അല്ലെ, എല്ലാ വർഷവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളത് വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും വളരെ മിടുക്കരായി നല്ല രസമായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.